എന്തൊക്കെ പറഞ്ഞിട്ടും അവർ ഒരു നിലക്കും വിടുന്നില്ല. ആ അവസരത്തിൽ ലൂത്ത് അലൈഹിസ്സലാമിന്റെ വിഷമം ഈ വന്നു നിൽക്കുന്ന ഗസ്റ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. ആ സങ്കടം അവരെ കാണുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. ആ ജനങ്ങൾ ഇങ്ങനെ അവരുടെ ശരീരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാമാർത്ഥമായ കണ്ണുകളോടുകൂടി അവരിങ്ങനെ ഈ അതിഥികളിലേക്ക് പാഞ്ഞെടുക്കാൻ വേണ്ടി വരുന്ന വേളയിൽ അവർ ഇടപെട്ട് സംസാരിക്കാൻ തുടങ്ങി. ലൂത്ത് അലൈഹിസ്സലാം വല്ലാതെ പേടിച്ചല്ലോ. സമാധാനിപ്പിക്കണം. ഖാലൂ, ആരാണ് ഈ ഖാലൂ? ഈ വന്ന മലക്കുകളായ ഗസ്റ്റുകൾ. അവർക്ക് അപ്പോഴും ലൂത്ത് അലൈഹിസ്സലാമിന് മനസ്സിലായിട്ടില്ല. ലൂത്ത് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് അവർ പറയാണ്, യാ ലൂത്തോ, ലൂത്തേ, ഇന്നാ റുസുലു റബ്ബിക, ഞങ്ങൾ അത് സാധാരണക്കാരായ ആളുകളല്ല. ഇന്നാ റുസുലു റബ്ബിക, ഞങ്ങൾ നിന്റെ യജമാനനായ റബ്ബിന്റെ ദൂതന്മാരാണ്. ലൻ യസിലൂ ഇലൈക, നിന്നെ തൊടാൻ അവർക്ക് കഴിയൂല. പേടിക്കണ്ട, ഞങ്ങളെ നിന്നെ ഒന്നും തൊടാൻ അവർക്ക് പറ്റൂല, ബേജാറാകണ്ട ലൂത്തേ എന്ന് മഹാനായ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാണ്. അത്രമല്ല, അവർ പിന്നെയും സമാധാനിപ്പിക്കുകയാണ്. ലാ തഖഫ്, ലൂത്തേ പേടിക്കണ്ട. വലാ തഹ്സൻ, നീ സങ്കടപ്പെടണ്ട. ഇന്നാ മുനജ്ജൂക വഅഹ്ലക ഇല്ല ഇംറഅതക കാനത് മിനൽ ഗാബിരീൻ, നിന്നെ നാം രക്ഷപ്പെടുത്തും, നിന്റെ കുടുംബത്തെയും അഥവാ നിന്നിൽ വിശ്വസിച്ചവരായ ആ പെൺമക്കളുണ്ടല്ലോ അവരെയും നാം രക്ഷപ്പെടുത്തും. ഇല്ല ഇംറഅതക, നിന്റെ പെണ്ണിനെ രക്ഷപ്പെടുത്തൂല, നിന്റെ ഭാര്യയെ ഒഴികെ മറ്റെല്ലാവരെയും ഞാൻ രക്ഷപ്പെടുത്തും. കാനത് മിനൽ ഗാബിരീൻ, അവൾ അവശേഷിപ്പിക്കപ്പെടുന്നവരിൽ പെട്ടുപോകും. അഥവാ ഈ നാട്ടിൽ നിന്ന് എല്ലാവരും പോകണം, മുഅ്മിനീങ്ങളൊക്കെ പോകണം. ഇവിടെ നിൽക്കേണ്ട കൂട്ടത്തിലാണ് അവളുമുള്ളത്. കാരണം ഈ നാട്ടുകാരെ മുഴുവൻ തകർക്കാൻ പോകുന്നു. അങ്ങനെ അവസാനം അതാ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഭയവും അതേപോലെ തന്നെ നിസ്സഹായാവസ്ഥയും റബ്ബിന്റെ പ്രത്യേകമായ ഓർഡർ വരികയാണ്. അതാ മലക്കുകളിലൂടെ കൽപ്പന കൊടുക്കുകയാണ്. ഫഅസ്രി ബിഅഹ്ലിക ബിഖിത്ഇൻ മിനൽ ലൈൽ, ഈ രാത്രിയിൽ തന്നെ ഇവിടം വിട്ട് രാത്രി യാത്ര പോകണം. ഇന്ന് രാത്രിയായി കഴിഞ്ഞാൽ നേരം പുലരുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം? നീയും നിന്നിൽ വിശ്വസിച്ച ഈ വിരലെണ്ണാവുന്ന ഈ പെൺമക്കളുണ്ടല്ലോ, അവരെയും കൂട്ടിയിട്ട് ഈ നാട് വിടണം. അവർക്ക് നിർദ്ദേശം കൊടുക്കണം. വലാ യൽതഫിതു മിൻകും അഹദുൻ, ഒരാളും തിരിഞ്ഞു നോക്കരുത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോകുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കരുത്. ഇല്ല ഇംറഅതക, നിന്റെ പെണ്ണൊഴികെ അവളും നിങ്ങളുടെ കൂടെ പോരും. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കും. അവൾ ഇവിടെ നിൽക്കേണ്ട ആളാണ്, തിരിഞ്ഞു അവൾ ഇവിടെ നിൽക്കും. അങ്ങനെ ഇന്നഹു മുസീബുഹാ മാ സാബഹും, അവർക്ക് ബാധിക്കാൻ പോകുന്ന ശിക്ഷയൊക്കെ ഇവൾക്കും ബാധിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കും. ഇന്ന മൗഇദഹുമുസ് സുബ്ഹു, ഇനി അധികം വൈകണ്ട. ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ സംഭവിക്കണം. നിങ്ങളോടുള്ള വാഗ്ദത്ത സമയം സുബഹി സമയമാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, അതാ പ്രഭാതം അകലെയൊന്നുമല്ല, അടുത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ബേജാറാവൊന്നും വേണ്ട എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് ഈ വന്നവരായ മലക്കുകൾ ആശ്വസിപ്പിക്കുകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമും ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ ഒപ്പം വിശ്വസിച്ചിട്ടുള്ള ഈ വിശ്വാസികളായ ഈ പെൺമക്കളും കൂടി അവരെന്ത് ചെയ്യാണ്? രാക്കുരാമാനം അവരാ നാട്ടിൽ നിന്ന് പോവുകയാണ്.